മെസ്സേജ്. ഫോൺ അടിച്ചു. ഹായ്, ഐ എം ശിവാനി. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഡാൻഡലിയും ഗോകർണയാണ് ഡെസ്റ്റിനേഷൻ. ഞാനാണെങ്കിൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ അങ്ങനെ വലിയ ട്രിപ്സിനൊന്നും ഇതുവരെയായിട്ട് പോയിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരാണ്. ലൈക്ക് നമ്മൾ 9 ബാച്ചസ് ആണ് പോകുന്നത്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഇവരാരും പെർമനന്റ് ആയിട്ടും ആരെ കൂടെയുള്ള ആൾക്കാരല്ല. വെറും 4 മന്ത്സിന്റെ പരിചയം മാത്രമാണ്. ഈ ട്രിപ്പ് കൊണ്ട് വലിയ കുറെ കാര്യങ്ങളൊന്നും കിട്ടൂല, അതെനിക്ക് നല്ല ഷുവറാണ്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും എൻജോയ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ അടിച്ചു പൊളിക്കണം. ആൻഡ് അറ്റ് ദ മോസ്റ്റ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കുറേ ദിവസമായിട്ട് ഞാൻ വലിയ നല്ല മൂഡിലൊന്നും അല്ലേ, അത്യാവശ്യം നല്ല ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വ്ളോഗ് ചെയ്യണമെന്നും ഇടണമെന്നും ഒന്നും ഇല്ലേനും. ഇനി വ്ളോഗ് ഇടണ്ടാന്നും ഇനി ചാനൽ വേണ്ടാന്നൊക്കെ വിചാരിച്ചതേനു. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചില മെസ്സേജസ് ഒക്കെ കാണും, ചിലർ പേഴ്സണലി മെസ്സേജ് അയക്കും. അപ്പോൾ ഒക്കെ സെക്കൻഡ് തോട്ട് വരലുണ്ട് ഇനിയും വീഡിയോസ് ചെയ്താലോന്ന്. പക്ഷേ ഈ ഒരു വ്ളോഗ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നോ വ്ളോഗായിട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല. സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലേനും, പിന്നെയാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ആൻഡ് ഈ വീഡിയോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര അൺഫിൽറ്റേർഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി വ്ളോഗിലേക്ക് പോവാം. ട്രെയിനിൽ വെച്ച് എന്താ ചെയ്തെന്നറിയോ? ഇവൻ എന്നോട് ചന്ദ്രഗിരി എത്തി പോയി തുള്ളിടാ. നമ്മൾ മംഗലാപുരം വരെ ട്രെയിനിനാണ് പോകുന്നത്. അവിടുന്ന് ഡാൻഡലിയിലേക്ക് ബസ്സുണ്ട്. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഈ ട്രെയിൻ ജേർണി എനിക്ക് അത്ര ഹാപ്പി അല്ലേനും. എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായി. പക്ഷെ സ്റ്റാർട്ടിങ് ബോറാണെങ്കിലും എൻഡിങ് അത്ര അടിപൊളിയാണ്. ഈ ഒരു വ്ളോഗ് ഞാൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ലെങ്ത് ഉള്ള വ്ളോഗ് ഇതാണ്. അത്യാവശ്യം 4 മണിക്കൂറിന് ശേഷം മംഗലാപുരം എത്താനായി. ട്രെയിന് ഒന്നാമത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് കിട്ടാത്തതുകൊണ്ടും അത്യാവശ്യം എന്റർടൈൻമെന്റ്സ് കുറവേനും. അതേപോലെ തന്നെ ഞങ്ങൾ പാട്ടുപാടുകയൊക്കെ ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ചീത്തയൊക്കെ ചെയ്ത്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ട്രെയിൻ ജേർണി കുറച്ച് ബോർ ചെയ്യുന്നു. മംഗലാപുരം എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇനി ബസ്സിന്റെ അടുത്തേക്ക് പോകണം. അതിന് എൻ്റെ ട്രോളി പൊക്കി കൊണ്ടുപോകാൻ അത്യാവശ്യം ഞാൻ നല്ല പാടുപെട്ടുണ്ട്. അങ്ങനെ ബസ്സിന്റെ അടുത്ത് എത്തിയ സമയത്ത് ഞങ്ങൾക്ക് അവിടെയും ഞങ്ങളൊന്ന് ചീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് പോകാൻ 2 ബസ്സാണുള്ളത്, ഒരു 33 സീറ്റിന്റെയും ഒരു 49 സീറ്റിന്റെയും. അപ്പം ഞങ്ങൾ 49-ലാണെന്ന് വിചാരിച്ച്, പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും 33 സീറ്റിങ്ങിന്റെ ആയിരുന്നു. ലാസ്റ്റ് നിമിഷം മാറ്റി പറഞ്ഞപ്പോൾ കുറച്ച് ചടപ്പുണ്ടായി. പക്ഷെ അതിനകത്തുള്ള ഏറ്റവും അധികം കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളെ ബാച്ച്. ഞങ്ങൾ എവിടെ ഒന്ന് എത്തിയപ്പം നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഫുഡിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ വാർത്താനായതുകൊണ്ട് ഞാനും വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലേനും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ഫുഡ് അത്യാവശ്യം കുറച്ച് ബോറായിരുന്നു. പിന്നെ കുറച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ ഫോൺ ചാവാനായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് മോർണിംഗ് തന്നെ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡാൻഡലിയിൽ ഒരു അടിപൊളി റിസോർട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സോ ഇനി നമുക്ക് രാവിലെ തന്നെ 2 വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. ഞങ്ങൾ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ പറയാൻ വിട്ടുപോയി അത്യാവശ്യം നല്ല തണുപ്പാണ്. ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ആൻഡ് ചായ വാസ് സോ ഗുഡ്. എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. റിസോർട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലേനും. സോ ഞങ്ങൾ ഇനി ഡാൻഡലിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഫുൾ സെറ്റ് ആവും. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫ്രഷപ്പ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പെട്ടിയൊക്കെ ഒരു ക്ലീൻ ചെയ്ത റൂമിലേക്ക് വെച്ചിട്ട് ഇനി ഞങ്ങൾ ഡാൻഡലിലേക്ക് പോവാണ്. ഞങ്ങൾ കൂടെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് നമ്മള് സനോവരം പോയത് ഓർമ്മ. അങ്ങനെ ഞങ്ങൾ
ബസ്സിലൊക്കെ കയറി. ബസ്സിൽ അത്യാവശ്യം ഒരു 3/4 മണിക്കൂറിന് ഡ്രൈവ് ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ബസ് കയറിയതിന്റെ ശേഷം പിന്നെ ഫുൾ ടെൻഷനാണ് വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ ആലോചിച്ചിട്ട്. എനിക്ക് ചൂടൊക്കെ എത്ര ആണെങ്കിലും ഞാൻ സഹിക്കും, പക്ഷെ എനിക്ക് തണുപ്പ് അത്രയും സീനാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. പിന്നെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളാണ്. ലൈക്ക് ഫുൾ മണ്ണും ബ്രിക്സും ഒക്കെ, അങ്ങനത്തെ ടൈപ്പ് വീടുകളും കുറേ കാര്യങ്ങൾ. ഞാൻ ഡാൻഡലിയിലേക്ക് പോയ സമയത്ത് സത്യത്തിൽ ഫോൺ എടുത്തിട്ടില്ല. ഇത് കുറച്ച് ക്ലിപ്സ് ഓരോരുത്തരോട് അയച്ചു തരാൻ പറഞ്ഞിട്ട് വെച്ചതാണ്. അടുത്ത വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഞാൻ പിന്നെ വിറച്ച് തണുത്ത് ഒന്നും പറയാനില്ല. ഓബറിംഗ് ഒക്കെ കൂടി ആയപ്പോഴത്തേക്കും ഞാൻ അതിൽ കയറുന്നില്ല എന്ന് തീരുമാനിച്ച്. പാക്കിങ്ങും ചെയ്ത് ബോട്ടിങ്ങും ചെയ്ത്. അതിൽ ബോട്ടിങ്ങിൽ നിന്ന് എടുത്ത് ചാടാനുള്ള സമയത്ത് ഞാൻ ആകെ മുങ്ങിപ്പോയി. പിന്നെ അങ്ങോട്ടേക്കൊന്നും ഓർമ്മ തന്നെ ഇല്ല. ബട്ട് ഇറ്റ് വാസ് ഫൺ. ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടാത്തതിൽ കുറച്ച് സങ്കടമുണ്ട്, അത്രേ ഉള്ളൂ. വൈറ്റ് റൈസ്, ജീര റൈസ് മിക്സ് വിത്ത് അത് ഓൺ ചെയ്യണം എന്തോ സാധനം. ഞങ്ങൾ ഡാൻഡലിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. ലഞ്ച് വാസ് ഗുഡ്. ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ഞങ്ങൾ ചൂസ് ചെയ്തത് 2ാമത്തെ ടെന്റിൽ 2ാമത്തെ ഫ്ലോറിലാണ്. ആദ്യം തന്നെ ചൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് ഇത് ഫിക്സ്ഡ് ആണെന്ന്. പക്ഷേ പിന്നെ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ മേലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റിസോർട്ടിൽ ഒരൊറ്റ ദിവസം സ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് എവിടെ കിടന്നാലും ഉറങ്ങിയാൽ പോരെ, ഇനിയിപ്പോൾ ഉറങ്ങുകയോ ചെയ്യുമോ അറിയില്ലല്ലോ. ഇനി ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ട് ഫുൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ലൈക്ക് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നൈറ്റ് ആവുന്ന സമയത്ത് ക്യാമ്പ് ഫയറും റെയിൻ ഡാൻസും ആണ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ടീ ടൈം ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൽ വന്നതിന് ശേഷമുള്ള ഫുഡൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല തണുപ്പാണ്. എനിക്കാണെങ്കിൽ തണുപ്പും പറ്റില്ല. അപ്പം ഞങ്ങൾ വേഗം റൂമിലേക്ക് ഇങ്ങനെ എത്താൻ നോക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ വിളിക്കും, പിന്നെയും പുറത്തിറങ്ങും. ഇതന്നെയാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത്. ക്യാമ്പ് ഫയർ ഞാൻ വിചാരിച്ച മാതിരി അത്ര അടിപൊളിയൊന്നും അല്ലേനും. ഞാനൊരു ½ an hour കഴിഞ്ഞപ്പോഴത്തേക്കും പോയിട്ടുണ്ട് റൂമിലേക്ക്. ഇതാക്കി കിടന്നുറങ്ങുന്ന എന്നെ വിളിച്ച് വന്നിട്ട് നമുക്ക് പുറത്തു പോകാന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന് ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പിന്നെയും ക്യാമ്പ് ഫയറിന്റെ അവിടെ വന്നിരുന്ന് കുറേ സംസാരിച്ച്. ഇന്നലെ കിടക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ലേറ്റ് ചെയ്യും. ഒരു 5 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം റൂമിലേക്ക് വന്ന് ഞാൻ കിടന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മിർജാൻ ഫോർട്ടാണ്, ഗോകർണയിൽ. അങ്ങനെ കഴിയുന്ന ഫോട്ടോസൊക്കെ റിസോർട്ടിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം ഇവിടെ നിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി. ഒന്നും അങ്ങോട്ട് ചെയ്യാനും ആസ്വദിക്കാനും പറ്റില്ല. ടൈം ഭയങ്കര കുറവായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്ന് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ആദ്യം ഉറപ്പിച്ചതാണ് ഞാൻ ബാക്ക് സീറ്റിൽ സൈഡ് സീറ്റിൽ ഇരിക്കുള്ളൂ എന്ന്. ഞാൻ തിരിച്ച് വരുന്നവരെ ഞാൻ അവിടെ തന്നെയാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടുത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണെന്ന്. അതിങ്ങനെ കണ്ട സമയത്ത് എനിക്കും ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ആണ് തോന്നിയത്. പല ടൈപ്പ് ഓഫ് കളറുള്ള വീടും പല പല ആചാരങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഫാമിങ്ങും മഡും ക്ലേയും ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെ സോഷ്യലിൽ പഠിച്ചെന്നല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ എവിടെ നോക്കിയാലും പശുവും കാളയും പോത്തും ഇതൊക്കെ തന്നെ. ഞാൻ സൈഡ് സീറ്റിലായതുകൊണ്ട് അത്യാവശ്യം എല്ലാം ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഡാൻസ് ഒന്നും കളിക്കാൻ നിന്നില്ല. കാരണം വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് ഒന്നും ഒരു രസവും ഉണ്ടാവില്ല. ഡാൻസ് കളിക്കാത്തത് തന്നെ അത്യാവശ്യം കൊളാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ ഇരുന്ന് അത്യാവശ്യം ചടയ്ക്കുന്നുണ്ട്. ഈ ഒരു വ്ളോഗിൻ്റെത് വോയിസ് ഓവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് സംസാരിക്കാനൊന്നും വലിയ താല്പര്യമില്ലേനും. ഇതിമുക്കാലും ഞാൻ ഇതിൻ്റെ തന്നെ വോയിസ് അങ്ങോട്ട് ഇട്ടിട്ട് അധികം സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കെന്തോ സംസാരിക്കാൻ തോന്നുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാവുന്ന പോലെ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മെമ്മറി ആയിരുന്നു. ഞങ്ങളെ കൂടെ 10 മെൻറ്റേഴ്സിനും ഉള്ളത്. അതിൽ 10 ആൾക്കാരും ഭയങ്കര യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസും അങ്ങനെ പിടിച്ചു വെക്കലൊന്നും ഇല്ലേനും. ഈ സാറ് ഞങ്ങളെ കൂടെ ഇരുന്നിട്ട് ഗെയിം കളിക്കാനും. ഈ സാറ് എന്നല്ല, ഞങ്ങളെ ഫ്രണ്ടിലേക്കൊക്കെ കുറേ സാറുമാരുണ്ട്. ഓരൊക്കെ ഇരുന്നിട്ട് ഇത് കളിക്കുകയാണ്. ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്നാണ് ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിയൊന്നും എനിക്ക് വലിയ ലൈക്കായില്ല.
എങ്ങനെയുണ്ട് സുരു? ഞങ്ങൾ അവിടുത്തെ ഒരു പീടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറി. ബസ്സിൽ ആരും ഇല്ലേനു. അപ്പൊ അവിടെ ഇരുന്ന് കുറെ പരദൂഷണം പറയലും കഥ പറയലും ഒക്കെ ഇനും. എടുക്കണേ. പിന്നെ പാട്ട് പാടാൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ വരിക, കടന്നു വരിക. കുയലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ ആരും കാണാതെ ആരും അറിയാതെ എന്റെ ആ പുഞ്ചിരി മൗനം പാടുമുണ്ടോ പച്ചക്കറി. അങ്ങനെ ഞങ്ങൾ ഗോകർണയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മുർജാൻ ഫോർട്ടിലെത്തി. സത്യം പറഞ്ഞാൽ അത് വേസ്റ്റ് ഡെസ്റ്റിനേഷൻ. കാരണം ഞാൻ കുറച്ചുകൂടെ ഹൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പിക്കും കിട്ടിയില്ല, ഒരു തേങ്ങയും കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും വലിയ രസമൊന്നും ഇല്ലേനും. പോരാത്തതിന് അമ്മാതിരി വെയിലും. അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല, ഒരു തണൽ കിട്ടാൻ വേണ്ടി നിൽക്കേനും. ഒരു ഷോളും 3 പെങ്ങളും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ബസ്സിൽ നിന്ന് ഡാൻസ് കളിക്കാന്ന് എന്തുകൊണ്ടും നന്നായിന്ന്. കാരണം അതും വേർത്ത് കുളിക്കും, ഇവിടെ വന്ന് വെയിലും കൊണ്ട് തളർന്നുണ്ടാവും. വെറും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തട്ടത്തിനുള്ളിൽ നിന്ന് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഇതിന് മേലൊക്കെ പിടിച്ചെടുക്കുന്ന പുല്ലെന്നെ വൃത്തിയാക്കി അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും കാണാന്. അവിടുന്ന് ഇറങ്ങാൻ തന്നെ ഒരുവിധ സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ കരിഞ്ഞുണങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകണം തന്നെ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറെ ഡാൻസ് കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ടൈം അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങുകയേ ചെയ്തിട്ടില്ല. ആകെ ഇന്നലെ ആ റിസോർട്ടിൽ നിന്ന് ഉറങ്ങിയ ആ ഒരു ചെറിയൊരു ഉറക്കം മാത്രമേ ഉള്ളൂ. ശ്വേതനടുത്തേക്ക് പോകണ്ട പൂച്ചേ. ഞങ്ങൾ ഒരു സ്പോട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ച് ഇനി തിരിച്ചു പോകുന്നത് ഓം ബീച്ചിലേക്കാണ്. ഇനിയുള്ള 2 ഡെസ്റ്റിനേഷനും 2 ബീച്ചാണ്. സത്യം പറഞ്ഞാൽ ബസ്സിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്നുള്ളത്. എടുത്ത തീരുമാനത്തിൽ ഏറ്റവും നല്ലൊരു തീരുമാനം ഇതെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പിക്കിൽ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതന്നെ ഇട്ടിട്ട് ഇവിടേക്ക് പോകാന്നുള്ളത് കുറച്ച് ചടപ്പായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ് ചേഞ്ചിങ് എൻ്റെ ലിസ്റ്റിലേ പെട്ട കാര്യമല്ലേനും. അതുകൊണ്ട് ഞാൻ ശ്വേതൻ്റെ ടോപ്പ് പിക്ക് ചെയ്താണ്. ഒരു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ അത്യാവശ്യം കുറേ നേരം കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് താഴേക്ക് വന്നപ്പോൾ അടുത്ത് അവിടെ കണ്ട് അങ്ങനെ അവിടുന്ന് പെർ ഹെഡ് 50 കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്തിട്ട് വന്ന്. ഈ ഒരു ബ്രീഡിങ് ഞാനിങ്ങനെ നോക്കി നടന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്നും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സത്യമായിട്ടും ഞാൻ റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ട്രിപ്പിലൂടെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ നിന്ന് ചില ആൾക്കാർ പോകുന്നത് ചില അടിപൊളി ആൾക്കാർ വരാൻ വേണ്ടിയിട്ടേക്കിടും. ഒരു 4 months കഴിഞ്ഞാൽ ഞങ്ങൾ ആരൊക്കെ ഇനി മീറ്റ് ചെയ്യുമെന്നും ഇനി കാണുമെന്നും കൂടെ അറിയില്ല. പക്ഷേ ഈ ഒരു ട്രിപ്പ് കാരണം ഞങ്ങൾക്ക് കുറേ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ ഒരു കാര്യത്തിലും എക്സ്പെക്റ്റേഷൻസ് വെക്കലില്ല. ലൈക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യലില്ല. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും എനിക്ക് ഇവിടുന്ന് ഓരോന്ന് കാണുന്ന സമയത്ത് എല്ലാം വെച്ച് വാങ്ങണമെന്നുണ്ട്. ഡ്രീം ക്യാച്ചർ ആണെങ്കിലും ലൈക്ക് ചില ഫെതേഴ്സൊക്കെ ഉള്ള ഡ്രീം ക്യാച്ചർ കാണുന്ന സമയത്ത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അതിന്റെ റേറ്റ് ഒക്കെ അത്രയ്ക്കുണ്ട്. ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ചൊക്കെ തരും. പക്ഷെ എനിക്ക് അപ്പം അത് വേണമെന്നില്ലേനു.
40 rupees. 30. 20 ആയാലോ? രണ്ട് സൈഡൊക്കെ കിട്ടിയ പോറാ. വേണ്ട 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 വേണ്ട. അങ്ങനെ ഞങ്ങൾ ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ബീച്ചിലെത്തി. ഞങ്ങൾ ബാച്ചിലർ സാറ് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്ക് ബ്രീഡിങ് ചെയ്യാനുള്ള ക്യാഷ് കൊടുത്ത് ഭയങ്കര അടിപൊളിയാണ് മൂപ്പര്. ഈ ഒരു പ്ലേസ് സത്യം പറഞ്ഞാൽ അത്രയും ബോത്തായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ബീച്ചിന്റെ വ്യൂവും അത്രയ്ക്കും അടിപൊളിയാണ്. വീഡിയോസ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങളോട് പറയുന്നത് അടുത്ത ബീച്ചിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്, ഇപ്പോൾ പോയില്ലെങ്കിൽ ഇനി പോകാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെ കയറി മേലെ എത്തിയ സമയത്താണ് ഇനി ആ ബീച്ചിലേക്ക് പോകുന്നില്ല, ഇപ്പോൾ പോയില്ലെങ്കിൽ ടൈം ഇല്ലല്ലോ, സോ അത് ക്യാൻസൽ ചെയ്യാം, ഈ ബീച്ചിൽ തന്നെ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞത്. ഈ ഒരു ടൈമായി പിന്നെ ഞങ്ങളോട് പിന്നെയും തിരിച്ച് പറഞ്ഞ് നമുക്ക് എന്നാൽ അടുത്ത ബീച്ചിലേക്ക് പോവാം. അപ്പം ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് നൈറ്റിലുള്ള ബീച്ചിലെ ഫോട്ടോസൊക്കെയാണ്. അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു അത് നടന്നില്ല. അപ്പം ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് നിന്ന് അപ്പോൾ ഒരു ആംഗ്ലെറ്റ് വാങ്ങി. ഈ ഷെൽസ് തമ്മിൽ കൂട്ടി ഉരയ്ക്കുമ്പോൾ ആ സൗണ്ട് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. അത്യാവശ്യം ബീച്ചിൽ നിന്ന് ബസ്സിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇനി അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഷോസ് ഇറക്കാനുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറഞ്ഞെടുക്കാനോ അങ്ങനെ ഞങ്ങൾ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇനി മന്തിയാണ് കഴിക്കുന്നത്. ഈ ഒരു ലഞ്ചിന് ശേഷം ഇനി ഞങ്ങൾ പിറ്റേ ദിവസം വീട്ടിലെത്തും. അപ്പം ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള ലാസ്റ്റ് സപ്പറാണ്. മന്തി വാസ് വെരി ബാഡ്. കാരണം നമ്മൾ കോഴിക്കോടുള്ള മന്തി കഴിച്ചിട്ട് പുറത്തേക്കുള്ള മന്തി കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ ആണെങ്കിൽ ഒന്നാമത് ചിക്കനൊക്കെ കരിഞ്ഞുണ്ട്, ഒരു സൈഡ് വെന്തിട്ടുമില്ല. നമ്മളതിൽ അത്യാവശ്യം നല്ലോണം കഴിക്കുന്നവരുണ്ടായിട്ട് പോലും അവർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല, കഴിക്കാനും പറ്റില്ല. അങ്ങനെ കൊടുത്തില്ലല്ലോ. അതാണ് ഞങ്ങൾ മെഹർ സാറ്. ഞങ്ങൾക്ക് ഇനി മംഗലാപുരം എത്താൻ അത്യാവശ്യം ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പം എത്തിയ സമയത്ത് ഞങ്ങൾക്കൊന്ന് സ്റ്റോപ്പ് ആക്കി തന്നിട്ടുണ്ടേനും. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങുകയും ഇനി എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ചെയ്തോളാനൊക്കെ പറഞ്ഞിട്ട്. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും ഞങ്ങൾ വാങ്ങിയത് ഐസ്ക്രീമാണ്. ഞങ്ങൾക്ക് ഇനി മോർണിംഗ് 5-നാണ് ട്രെയിൻ ഉള്ളത്. അതുവരെയുള്ള സമയം ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുകയാണ്. എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുന്ന് ട്രാവലിംഗ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ എവിടേക്കും പോകാനും പറ്റില്ല, അതേമാതിരി ഡെസ്റ്റിനേഷനും കണ്ടെത്താൻ.
ലാസ്റ്റ് ഞങ്ങൾ മംഗലാപുരത്ത് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന ആകെ ചടക്കണ്ടാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സിൻ്റെ അകത്ത് കുറേ നേരം ഇരുന്നിട്ടുണ്ടേനും. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോയി. അവിടെയും ഒരു അരമണിക്കൂർ പോസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ആകെപ്പാടെ ഒരു വൃത്തിയായിട്ട സിറ്റുവേഷൻ. നല്ല ഉറക്കവും വരുന്നുണ്ട്. ഒന്ന് കണ്ണ് ചിമ്മി അപ്പം കിടന്നുറങ്ങും. അങ്ങനെ ഞങ്ങളെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആയി. ഈ ഒരു ദിവസം ഞങ്ങൾക്ക് അത്യാവശ്യം ട്രാവലിംഗ് തന്നെയുള്ളൂ. ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും ഫസ്റ്റ് ദിവസം അതേപോലെ തന്നെയും ഞങ്ങൾക്ക് വൈകുന്നേരമായിട്ടാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. റെഡിക്ക് പറഞ്ഞാൽ 2 ദിവസത്തെ ട്രിപ്പാണ്, 2 മെയിൻ ദിവസം. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി. കുറേ സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും ഒക്കെ അവിടുന്ന് പരിചയപ്പെട്ട് ജാസി സാർ വിളി. ട്രെയിൻ ഇറങ്ങി അവിടുന്ന് പിന്നെ ബസ് കയറി. 2 ബസ് മാറി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. 4 ഡേയ്സിന്റെ ട്രിപ്പ് കഴിഞ്ഞു. ബസ് ഇറങ്ങി ഒരു ഓട്ടോയും വിളിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.